ഏതൊരു വ്യവസായവും എന്തോ ആവട്ടെ നമ്മൾ ഈ റേറ്റ് ചവിട്ടി കൊടുക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യണ തൊഴിലിനോട് ഒരു ക്രൂരതയാണ് കാണിക്കണം. കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വണ്ടി ഞാൻ ട്രിപ്പ് വിളിക്കുന്നത് ഇപ്പൊ ഒരു 1000 രൂപ ചവിട്ടി കൊടുത്താൽ വേറെ 2000 ചവിട്ടി കൊടുക്കാൻ വേറെ ആളുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ കുറെ വണ്ടിക്കാർക്കുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നും ചിലപ്പോൾ വരില്ല, കാരണം അവർക്ക് റോഡ് ചെയ്ത് പോകാൻ പറ്റും. ചേട്ടാ ഞാൻ ചേട്ടൻ സീറ്റ് എടുത്തോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. തീർച്ചയായും, കാരണം നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ എന്നെ കുറിച്ച് പോലും കുറെ പേര് പറയാൻ കുറ്റമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കഴിഞ്ഞിട്ട് അവരോട് പെമ്പിളെ പോയതൊക്കെ ഞാൻ വെച്ചു. കാരണം നമുക്ക് ആ വികാരം എന്താന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ പോസിറ്റാ പോലും നമ്മളെ മെൻഷൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. ഒരാളുടെ പേര് ഉറപ്പായിട്ടും, ഒരാളുടെ പേര് വിനീഷാന്നും ഒരാളുടെ പേര് വിനയാന്നുമാണ്. അടിപൊളി, രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് കൂടെ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പാക്കേജ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നിലവിൽ ഞങ്ങൾ പുതിയ പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇങ്ങനത്തെ കൂടി പറയാം, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം പാക്കേജിങ് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഞാൻ പാക്കേജിനെ പോലെ എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ പോയ മിക്ക പാക്കേജിലും എല്ലാ പാക്കേജിലും നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് കോളേജ് പിള്ളേരെയും കൊണ്ട് ആയാലും ഫാമിലി ആയാലും പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്പോട്ട് പോകണം. ഓട്ടോമോട്ടറിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിക്സനാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ എഴുപുന്നയിലാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എഴുപുന്നയിൽ ഞാൻ വരാൻ കാരണം വെച്ചാൽ അങ്കമാലിയിലുള്ള നമ്മുടെ ഒരു മരിയാന്ന ബസ്സിന്. അപ്പൊ അങ്കമാലിയിലുള്ള മരിയനെ കാണാൻ വേണ്ടി ഞാൻ എഴുപുന്നയിൽ വന്നേക്കും. ഒരു ഷൂട്ടിംഗ് സംതിങ് എന്തോ ആയിട്ട് ബസ് വന്നാൽ ഈ കിടക്കുന്നതാണ് നമ്മുടെ മരിയ ട്രാവൽസ്. അപ്പൊ ഈ മരിയ ഹോളിഡേയ്സ് ഈ നമ്മുടെ ഈ BMR ബോസ് മോഡലിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കമോൺ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പൊ നമ്മുടെ ഈ മരിയ ഹോളിഡേയ്സിന്റെ ഈ വണ്ടിയെ കുറിച്ച് പറയാം. ഇത് നമ്മുടെ 2013 ലാസ്റ്റ്, അതായത് 14 മോഡൽ വണ്ടിയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് BMR ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബസ്സുകളെല്ലാം നമുക്കറിയാം. ഈ ഒരു ലുക്കിനെ നമ്മൾ BMR ബോസ് എന്ന് പറയുന്നത്. ഈ ഒരു BMR ബോസ് ലുക്കിലുള്ള വണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ പ്രകാശിന്റെ ചിഹ്നം ഇപ്പൊ പുതിയ മോഡൽ പ്രകാശ്, അതായത് ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു റൗണ്ടൊക്കെ വന്ന് നമ്മുടെ ഗൾഫ് ഫെയറും അങ്ങനത്തെ വണ്ടിയിലൊക്കെ കണ്ടിട്ടുള്ള അവിടെ പ്രകാശ ലോഗോയാണ്. ഇതാണ് നമ്മുടെ പ്രകാശിന്റെ ഓൾഡ് മോഡൽ ലോഗോയാണ്. അത് തന്നെയാണ് അതിനകത്ത് കീപ്പ് ചെയ്തേക്കുന്നത്. ഇവർ ഓൾറെഡി അതിന് മാറ്റമൊന്നും പറ്റില്ല, കാരണം അത് മാറ്റാൻ പറ്റിക്കാൻ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു നമ്മളെ കാണുമ്പോൾ ഭംഗി അങ്ങ് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം കുറെ പേര് അത് ആർട്ടിഫിഷ്യലായിട്ട് കയറ്റുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്, ആ ഒരു ലുക്കാണ്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ എല്ലാവരുടെ തന്നെ ലൈറ്റുകളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ BMRന്റെ തന്നെ ഓൾറെഡി BMRന്റെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഫോഗ് ലാമ്പ് കാര്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് തന്നെ പല ടെറൈനിൽ കൂടി വാഹനത്തിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മസനഗുഡി ഒരു ഊട്ടി ഓൾറെഡി ട്രെൻഡിങ് ആണല്ലോ. ഇപ്പൊ മസനഗുഡി ഊട്ടിക്ക് പോകാൻ ഈ ബസ്സിനെ കൊണ്ട് പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഓൾറെഡി ഫോഗ് ലാമ്പിന്റെ ഒക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നോക്കിയാണെങ്കിൽ തന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ മുമ്പിൽ വേറെ കാര്യമായിട്ട് വളരെയധികം സാധാരണ ഇപ്പൊ എല്ലാ വണ്ടിയും കാരണം സ്റ്റിക്കർ വർക്ക്സ് കാര്യങ്ങളൊന്നും നമ്മൾ അധികമായിട്ടില്ല. ഇവിടെ കൂടി ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി കാര്യങ്ങളുണ്ട്, മരിയ ഒഫീഷ്യൽ എന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സബ്സിഡി കാണാൻ പറ്റും. പിന്നെ വീഡിയോസ് ഒക്കെ കാണത്തുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഓൾറെഡി നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നല്ല വിസിബിൾ ആയിട്ട് കൊടുത്തേക്കണം. പിന്നെ ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ തമിഴ്നാട് വണ്ടിയിലൊക്കെ ഫുള്ളായിരിക്കും, പക്ഷേ നമ്മുടെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ ഒരു തൂക്കിയിരുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബമ്പർ ലിപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ഈ വണ്ടി മുമ്പിൽ നോക്കിയാൽ. പിന്നെ നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ബസ്സിനെയും പോലെ തന്നെ വോൾവോ ടൈപ്പ് നമ്മുടെ വൈപ്പേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കൊമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി മിറേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മരിയയുടെ മുൻഭാഗത്തെ കാഴ്ചകൾ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വാഹനത്തിൽ അതായത് നമ്മുടെ മരിയയുടെ ഈ സൈഡിലേക്ക് നോക്കിയാൽ സൈഡിൽ ഓൾറെഡി നമ്മുടെ പ്രകാശിന് എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ ആ ഒരു ഡോറ് കാര്യങ്ങളാണ്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാതെ ജസ്റ്റ് നമുക്ക് കണ്ടാൽ നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ബസ്സിനെ പോലെ തന്നെ അത് പ്രകാശിന്റെ നമ്മുടെ അതായത് ഈ മോഡൽ ബസ്സുകൾ വന്നപ്പോഴുള്ള സൈസ് ഡോറ് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഓൾറെഡി ഈ ഒരു മിററിൽ നമ്മുടെ UK നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആ ഒരു ഫ്ലാഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ ബെസ്റ്റ് ബോഡി കോഡ്, അത് വളരെയധികം ചർച്ചയൊക്കെയായിരുന്നു ഒരിടയ്ക്ക്. ഇപ്പോൾ ആരും ചർച്ച ചെയ്ത് കാണില്ല. എങ്കിൽ പോലും ബെസ്റ്റ് ബോഡി കോഡ് അനുസരിച്ചുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്കുള്ള ആ ഒരു കളർ കോഡ് കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രീമിന്റെ റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ റിഫ്ലക്ടർ അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നമ്മൾ ഫ്ലൂറസെന്റ് ഗ്രീൻ കളറിലാണ് കൊടുത്തേക്കണം. അത് വണ്ടിയിൽ കുറച്ചും കൂടി കാണുമ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്താ റണ്ണിങ് വീഡിയോ നമുക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ ഗുഡ് എങ്ങനെയുണ്ട്, ഫീൽ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് എനിക്ക് തന്നെ വിലയിരുത്താം. ഈ സൈഡിലേക്ക് വന്നതിന് ഇവിടെ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ ടൂൾ ബോക്സ് ഉണ്ട്. ടൂൾ ബോക്സ് സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ സൈലന്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ വർക്കിംഗ് ആണ്.
പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം ഒരു വാഹനമായി ഓടണമെങ്കിൽ ഇന്ധനം വേണം. അപ്പൊ ഇന്ധനം അടിക്കണമെങ്കിൽ ഈ വഴി തന്നെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ധനം അടിക്കാൻ നമ്മുടെ ടാങ്കാണത്. അപ്പൊ ഇന്ധന ടാങ്ക് ഈ സൈഡിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പുറകു ഭാഗത്ത് ഇപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോലേറോ അങ്ങനത്തെ വണ്ടിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസൈനില്ലേ, ആ ഒരു അട്രാക്റ്റീവായ ഡിസൈനിലാണ്. പിന്നെ ബ്ലാക്കും ഒരു ഫ്ലോസന്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രത്യേക ഒരു ടച്ചിലാണ് ഇവർ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഈ ഡ്രമ്മിന് ഈ ഒരു വീൽ കപ്പ് വീൽ ഡ്രം പോലെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. കാരണം കാണുമ്പോൾ തന്നെ വണ്ടി കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നും. കാരണം ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഏതൊരു വണ്ടി ഭ്രാന്തനും അറിയാലോ, സ്വന്തം വണ്ടി സ്വന്തം കൊച്ചിനെ നോക്കണേക്കാട്ടും കൂടുതൽ വണ്ടി നോക്കണവരെ വണ്ടി ഭ്രാന്തന്മാരെന്ന് പറയാം. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പൊ അത്രയും നല്ല ലുക്കായിട്ട് ഒരു വണ്ടി. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇത്ര ഓടണ വണ്ടിയാണ്. കാരണം കണ്ടോ പിന്നെ ലുക്കാ ഞാൻ ഇങ്ങനെ ബസ്സുകൾ കാണുന്നത് വളരെ കുറവാണ്. കാരണം ഓൾറെഡി ഇതിപ്പോൾ നല്ലൊരു ഓട്ടം ഇങ്ങനെ വന്നാണെങ്കിൽ അപ്പൊ എന്താ ഇതിൻ്റെ ട്രേഡ് സീക്രറ്റ് ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ പറയോട്ടെ. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വളരെ ബാക്ക് പൊസിഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പഞ്ചായിട്ടുള്ള നമ്മുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളുണ്ട്. KL39F9160. അതായത് 39 എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിപ്പൂണിന്റെ രജിസ്ട്രേഷനാണ്. അപ്പൊ അതിനുശേഷം വണ്ടി കൈമാറിയാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ മരിയ ഹോളിഡേസിന്റെ പുറകു ഭാഗത്തേക്ക് പുറകുഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പ്രകാശന വണ്ടി വരെ തന്നെ അല്ലാണ്ട് ഒരു ഡിക്കി അവർ സ്പേസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൗണ്ടിലുള്ള 1, 2, 3, 4, 5 ലൈറ്റുകൾ ഈ സൈഡിലും 5 ലൈറ്റ് ഈ സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ പുറകിൽ ഉള്ളത്. അല്ലാതെ ഇവിടെ കുറേ ഡിസൈൻസ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സംഭവം ഇത് ഓൾറെഡി നമ്മൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള സംഭവമാണ്. ഇതെന്തോ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഓരോ കളറിന് ഓരോ അർത്ഥങ്ങളുണ്ട്. പൊതുവെ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കാണാം. അതുകൊണ്ട് വീണ്ടും ഞാൻ അർത്ഥം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് റണ്ണിങ്ങിൽ ഇതിങ്ങനെ പറക്കുമ്പോഴേക്കും ശരിക്കും നല്ല കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്, മനസ്സിന് ഒരു സമാധാനമുണ്ട്. കാരണം ഇത് നല്ലൊരു അർത്ഥമുള്ളൊരു സംഭവമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലും ഈ സൈഡിലും നമ്മൾ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ആ മുകളിലും വന്നിട്ടുണ്ട്. പിന്നെ AC എയർബസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് പറയുമ്പോൾ ഈ ഗ്ലാസ് നമുക്ക് അവിടെ നിന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലാസ് പുറകിൽ ഫിറ്റ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് ഈ മരിയയുടെ പുറകിലെ കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലരും ചോദിക്കുന്ന ഡൗട്ടാണ് ഈ കോണിപ്പടിയുടെ വിഷയം. അതായത് കോണിപ്പടി ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇത് നമ്മൾ മുകളിലേക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് ആവശ്യമുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടാണ് ഇതിൻ്റെ അകത്ത് സ്പേസ് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ലഗേജ് സ്പേസ് ആണ്. ഓൾറെഡി ടൂറിസ്റ്റ് ബസ് എല്ലാവർക്കും 49 സീറ്റിലുണ്ട്, ഒരേ സ്പേസിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോണിപ്പടിയുടെ ബാക്കി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ടാണ് വണ്ടി കഴിക്കണമെങ്കിലും നമുക്ക് മുകളിലേക്ക് എന്തെങ്കിലും കയറണമെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കോണിപ്പടി ഇവിടെ വെച്ച് കട്ടായേക്കുന്നത്. ഇതൊക്കെയാണ് പുറകിലെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നാൽ നമ്മുടെ അപ്പർ വശത്ത് അതായത് മറുവശത്ത് കണ്ട പോലെ തന്നെ ഈ സൈഡിലും നമ്മുടെ ആ ഒരു ബസ് ബോഡി കോഡ് അനുസരിച്ചുള്ള സ്ട്രിപ്പ് കാര്യങ്ങളാണ്. സൈഡിൽ പേരോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ അടിച്ചുള്ള നമ്പർ പ്ലേറ്റ് ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും ഇതേ പൊസിഷനിൽ നമ്പർ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ന്യൂ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ അതേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വീൽ കപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി പറയുകയാണ്, വീല് കിടക്കാൻ കിടപ്പുണ്ട അടിപൊളിയായിരുന്നു. നല്ല കട്ട ബ്ലാക്ക്. കാരണം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട് ഇങ്ങനെ കട്ട ബ്ലാക്ക് കൊണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഒരു കളറൊക്കെ പോയി. ഇതെന്താ സംഭവം എന്ന് വെച്ചില്ല, എനിക്ക് എന്താന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ ഡ്രൈവറിൻ്റെ ഒരു ചോദിക്കാട്ടെ നമുക്ക്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓൾറെഡി ലഗേജ് വെക്കണ സംഭവം, ഇവിടെ നമ്മുടെ ലഗേജ് വെക്കണ സംഭവം പറയുകയാണ്. ഇത് നമ്മുടെ സ്റ്റെപ്പിനിയുടെയാണ്. സ്റ്റെപ്പിനി കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ വന്നത്, ഈ ഭാഗത്ത് വന്നത്. ഇത് ഓൾറെഡി ഇങ്ങനെ ഓപ്പണിംഗ് ആണ്. ഇതേപോലെ തന്നെ നമ്മുടെ അപ്പർ സൈഡിലാണ് നമ്മുടെ ബാക്കി വന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ലഗേജ് കാര്യങ്ങളൊക്കെ, ലഗേജ് ബോക്സ് കാര്യങ്ങൾ വന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലഗേജ് കാര്യങ്ങൾ നമ്മൾ വെക്കണത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ലോക്ക്ഡ് ആണ്. ഇത് ശരിക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കാര്യങ്ങൾ വന്നതിനകത്താണ്. കാരണം ഓൾറെഡി ബാറ്ററി നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഒരു ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ച് വന്നത് ഇവിടെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോയിൽ നമ്മളിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും തുറന്നത് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ മരിയയുടെ മെയിനായിട്ടുള്ള സാരഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുരാജേട്ടനും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള നമ്മുടെ സഹസാരഥി എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദുമാണ്. നമ്മുടെ മരിയയുടെ സാരഥിയായിട്ടുള്ള അനുരാജേട്ടനെ നമുക്ക് വിളിച്ചാലോ. അനുരാജേട്ടാ കമോ. അനുരാജേട്ടാ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട കാര്യം ഈ സംഭവം, ഇതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ കാര്യങ്ങൾ, ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഇത് നിങ്ങൾ വെച്ചത് എന്ത് ചെയ്യാൻ? ഇതെന്ന് വെച്ചാൽ നമ്മള് മൈസൂര് കൂറുകൊക്കെ പോയി കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനമാണ്. കാരണം ഇത് ഇപ്പൊ മിക്ക വണ്ടിയിലും കാണുന്നുണ്ട്. അപ്പൊ നമുക്കും നമ്മുടെ വണ്ടിയിലുള്ള സാരഥി അവനും പറഞ്ഞു ചേട്ടാ അത് മേടിച്ചിടാം,
കാണുമ്പോൾ തന്നെ അത് നമുക്കൊരു വെറൈറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ അകത്തുണ്ട് പുറകിലും കണ്ടായിരുന്നു പുറത്തുണ്ട്. ഇപ്പൊ അതൊരു വെറൈറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതങ്ങനെ മേടിച്ചിട്ടാണ് കാണാൻ നല്ലൊരു രസമുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ ഏതെങ്കിലും പച്ച ഈ ഫ്ലൂറസെന്റ് ഗ്രീനും വൈറ്റും ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നത് അത് പർട്ടിക്കുലർ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്താണോ അല്ലെങ്കിൽ വന്നതാണോ ഓട്ടോമാറ്റിക്കലി? ഏതാണ് നമ്മുടെ ഈ ഒരു ബമ്പർ ലിപ്പ് കാര്യങ്ങളും പിന്നെ വീൽ കപ്പുകളൊക്കെ? അത് നമ്മുടെ വൈറ്റിന് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഗ്രീനാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി എവിടെ നിന്നായാലും നമുക്ക് റിഫ്ലക്റ്റീവ് കളർ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു. എൻ്റെ അടുത്ത് ചില ഡ്രൈവർമാർ പറഞ്ഞു കേട്ടത് എനിക്ക് ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഈ ബമ്പർ ലിപ്പ് എന്ന സംഭവം കയറ്റി കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ബോഡിക്ക് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ഓടിക്കുന്ന രീതി ചെറിയ വഴി കൂടെ കയറി പോകുമ്പോൾ തട്ടാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊരു ലുക്കാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഉള്ള ഒരു നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ചെറുവഴിയൂടെ കയറി പോകുമ്പോൾ അടി തട്ടാണ്ടും സൈഡ് തട്ടാണ്ടും പോണത്ത് ശ്രദ്ധിച്ച് കൊണ്ടു കിടക്കാം. അതാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ലാസ്റ്റ് നോളാം, അല്ലെങ്കിൽ അത് പോകും. അതനുസരിച്ചു. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ വണ്ടികളൊക്കെ ഇപ്പൊ ഇതിപ്പോ ഓൾറെഡി ടെസ്റ്റ് ആയി കഴിഞ്ഞ് വന്നതാണല്ലോ. ഇപ്പൊ ഓൾറെഡി ഈ ഒരു പ്രകാശിന്റെ ചിഹ്നമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പറഞ്ഞ ഈ ലുക്കിൽ കാണാൻ പ്രകാശിന്റെ ഈ ഒരു ലോഗോ തന്നെ കാണാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ ചിലവർ ഈ പുതിയ ലോഗോ കയറ്റി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷനിൽ അങ്ങനെ ഒരു പ്ലാൻ വല്ലതും വരാൻ? അങ്ങനെ അപ്ഡേഷനിൽ അധികം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, ഒന്നുകൂടി ഒന്ന് ബഫ് ചെയ്തിട്ട് ഒന്നുകൂടി കുറച്ചും കൂടി ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കും. കാരണം അത്തരം വണ്ടികൾ ഇപ്പൊ എല്ലാം മാറ്റി വരുമ്പോ നമ്മുടെ വണ്ടി നമ്മുടെ തനതായ ലുക്കിൽ വരണം. അതാണ് കിട്ടുന്നത് അല്ലേ? ചേട്ടാ ഈ വണ്ടി ഇപ്പൊ 2014 മോഡല് വണ്ടി BS3 ആണ് വണ്ടി. ഇപ്പൊ BS4 കഴിഞ്ഞ് BS6 വാഹനങ്ങളൊക്കെ വന്നു. ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി പല വാഹനങ്ങളും ഓടിക്കാനുള്ള വ്യക്തിയാണല്ലോ. ഡ്രൈവർ എന്ന നിലയിൽ പല വാഹനങ്ങളും കൈമാറി ഓടിച്ചിട്ടുണ്ടാവും. അപ്പൊ ചേട്ടന് പേഴ്സണലി കുറച്ചും കൂടി ഓടിക്കാൻ എളുപ്പം അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു വൈബ് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് BS3 ആണ്. ഇത് BS3 ആണ്. BS3 വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ സ്റ്റിയറിംഗും അതിന്റെ ഇരിപ്പുവശമൊക്കെ നോക്കുമ്പോൾ ഓടിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അതാണ് നമ്മുടെ രസകരമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എളുപ്പം. അതൊക്കെ ഓടിക്കണ അതിന്റെ ഒരു ഇരിപ്പുവശമൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി. കറക്റ്റ് ആയിരിക്കും. വിഷലായിട്ട് ഇരിക്കണ ഒരു ഇരിപ്പ് രീതി കൊണ്ട് അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് BS3 ഓടിക്കാനുള്ള ഇത്. ആദ്യം BS4 ആയിരുന്നു. അത് ഇത്രയും കൂടി കംഫർട്ടബിൾ ആയല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കുറഞ്ഞ വണ്ടിയിലേക്ക് മാറി. ഓക്കെ. പിന്നെ ഈ വണ്ടി ഇപ്പൊ നിലവിൽ ചേട്ടൻ ഇപ്പൊ ഏകദേശം എത്രാണ് ഇപ്പൊ മരിയായിരുന്നു? ഞാനിപ്പോ ഏകദേശം ഒരു 3-4 മാസമായിട്ട്. ഇതിനു മുമ്പ് ഇതുപോലെ പല വേരിയന്റ് ഒരുപാട് മോഡല് വണ്ടിയിലുണ്ടായിരുന്നു. ഓക്കെ. ഈ മരിയൊക്കെ എനിക്ക് 4-5-10 വണ്ടികളുണ്ടല്ലോ. അങ്കമാലി 5 വണ്ടികളുണ്ട്. 5 വണ്ടികളുണ്ടല്ലോ. അങ്കമാലിയല്ലേ? അങ്കമാലിലാണല്ലോ. ചേട്ടൻ്റെ വീട് കറക്റ്റ്? വീട് കറക്റ്റ് ചെങ്ങവനാട്. ഓക്കെ. താണി അടുത്തല്ലേ? താണി നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഒക്കെ അടുത്താണല്ലേ? അപ്പൊ എയർപോർട്ടിൽ ഓട്ടോ കിട്ടാറുണ്ട്? തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ അതിന്റെ അടുത്തും കൂടി കാരണം അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അവര് നോക്കണ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും അവര് കാണുമ്പോൾ ലുക്ക് ഒരു നീറ്റ്നെസ്, ഉള്ളിലത്തെ ഒരു നീറ്റ്നെസ്സും പുറത്തുനിന്ന് വണ്ടി കാണുമ്പോൾ വൈറ്റ് വലിയ രീതിയിൽ നമ്മൾ ഒരുപാട് ഓൾട്ടറേഷൻ ചെയ്തിട്ടില്ലല്ലോ. സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ. ആകെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പേര് മാത്രമേ ഉള്ളല്ലോ, മരിയ ഒഫീഷ്യൽ എന്നുള്ള പേര് മാത്രം. എഡിഷൻ നെയിം ഒന്നും ഇല്ല. നമ്മൾ ഇടണം. നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഓട്ടത്തിലായിരുന്നു. വണ്ടി ഓട്ടത്തിലാണ് ഗ്യാപ്പ് കിട്ടാതെ. ഇപ്പൊ ശരിയാ. കാരണം ഇപ്പൊ ഓട്ടത്തിലായതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേരുന്നേലും ഇതിന്റെ വീഡിയോ എടുക്കേണ്ടത്. അങ്കമാലി കിടക്കുന്ന വണ്ടി എടുക്കാൻ ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരേണ്ടതുകൊണ്ട് ഫിലിം ഷൂട്ടിന്റെ ഓട്ടം ഉള്ളതുകൊണ്ട്. അതെ, നമ്മളിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വിളിച്ചു. അതെ. അപ്പൊ ഫിലിം ഷൂട്ട് മാത്രം പോകല്ലോ, മറ്റേ ബാക്കി ട്രിപ്പൊക്കെ പോണോട്ടൊക്കെ യാത്രക്കാരെങ്കിലും കൊണ്ടോണേ. അപ്പൊ അതൊക്കെയാണ് വണ്ടിത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഒപ്പമുള്ള സാരഥിയായിട്ടുള്ള നമ്മുടെ മച്ചാനും കൂടി വിളിച്ചാലോ? കിച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം പെരുമ്പാവൂരാണ്. ശരിക്കും ഇവരൊക്കെ എന്റെ നാട്ടുകാരുണ്ടാ. ഞങ്ങളൊക്കെ എറണാകുളംകാരുമാണ്. എറണാകുളംകാര് ഈ വണ്ടിയിൽ ഇവിടെ എല്ലാം എറണാകുളമാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും പേരുന്നത് ആലപ്പുഴയിലാണ്. ഒട്ടും കോമഡി ഒരു അവസ്ഥയുണ്ടോ. അപ്പൊ അതെ, വല്ലം അല്ലെ, പെരുമ്പാവൂർ വല്ലത്താണ് വീട്. അപ്പൊ അവിടെ ഓൾറെഡി ഇതിനു മുമ്പ് ബസ്സിലായിരുന്നു അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വന്നിപ്പോ ആളെ? ഇതിന് മുന്നേ ഗ്രീൻ കേരളയിലായിരുന്നു. കോവിഡ് കഴിഞ്ഞ പിന്നെ മരിയയിലേക്ക് 34-ലായിരുന്നു. അതിനുശേഷം ഇപ്പൊ 49-ലേക്ക്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡ്രൈവറെ പോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ചേട്ടനകത്ത് ക്ലീനറും കൂടി ആയിട്ട് നോക്കും അല്ലേ? ഓക്കെ. ചേട്ടൻ വണ്ടി ഓടിക്കും അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ട്രിപ്പൊക്കെ ലോങ് പോയാലും സേഫാണ്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ വണ്ടി ചേട്ടന്
എന്താണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? വണ്ടി കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇപ്പൊ എന്തിട്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ പോണ വണ്ടിയല്ലേ. അതെ അതെ ഒരു മെയിൻ പോയിന്റ് ആണ്. കാരണം ഒരു ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, പലപ്പോഴും ഇപ്പൊ കുറെ പുതിയ വണ്ടിക്കാർ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റിന് വേണ്ട ടീമുകളും ഉണ്ട് നമുക്ക്. അപ്പൊ അതിനെ വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ വൈബ്, ഐ മീൻ എന്താ കുറെ പേര് ചില്ല ഔട്ടിന് വൈബിന് വന്നെന്നൊക്കെ പറഞ്ഞ് വന്നവരുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാം, നിങ്ങളൊരു അന്നോണ് ശരിക്കും വരാം. കാരണം ഡെഫിനറ്റ്ലി അതായതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിൽ പലപ്പോഴും ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റേറ്റിന്റെ ഒരു വിഷയം വന്നിട്ടുണ്ട്. കാരണം റേറ്റ് ഭയങ്കര ഒരു വിഷയമായിട്ട് ഇപ്പോൾ വന്നോണ്ട്, കാരണം ഒരു വണ്ടീനെക്കാട്ടും റേറ്റ് ചവിട്ട് അതിപ്പോ എല്ലായിടത്തും ഉണ്ട്, സ്വാഭാവികമാണ്, ഏത് ഫീൽഡിലുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏതൊരു വ്യവസായവും എന്തോ ആട്ടെ, നമ്മൾ ഈ റേറ്റ് ചവിട്ടി കൊടുക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യണ തൊഴിലിനോട് ഒരു ക്രൂരതയാണ് കാണിക്കണം. കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വണ്ടി ഞാൻ ട്രിപ്പ് വിളിക്കുന്നത് ഇപ്പൊ ഒരു 1000 രൂപ ചവിട്ടി കൊടുത്താൽ വേറെ 2000 ചവിട്ടി കൊടുക്കാൻ വേറെ ആളുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ കുറെ വണ്ടിക്കാർക്കുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നും ചിലപ്പോൾ വരില്ല, കാരണം അവർക്ക് റോഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു വണ്ടിയൊക്കെ നടക്കുന്നവർക്ക് കുറെ പേര് പെട്ടുപോയി. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കുറെ പേര് പെട്ടിട്ടുമുണ്ട്. കുറെ ബസ്സുകളൊക്കെ എന്താണ് കർണാടകക്കൊക്കെ തൂക്കി വിറ്റതും എല്ലാം നമ്മൾ കണ്ട്. നിയമങ്ങളൊക്കെ ഓക്കെ വരുന്നു പോകുന്നെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അതാരും ചർച്ച ചെയ്യണില്ല, കാരണം ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം കോമ്പറ്റീഷൻ റൊട്ടേഷൻ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ബ്രോ നിങ്ങൾക്കിപ്പോൾ ഈ റീസെന്റ് നിങ്ങൾക്ക് പോയത് ഈ വണ്ടിയിൽ പോയത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ഐ മീൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കുറച്ച് ലോങ് പോയപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഇത് ഈ ഇടയ്ക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ ഒരുമിച്ച് പോയാൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പോലെ ട്രിപ്പ് പോലും ഉണ്ടോ? എന്താണ് അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാൻ പറ്റും? പ്രശ്നമുണ്ടോ? ഏത് മാസം പോയത്? ഡിസംബർ മാസമാണല്ലേ? അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ അതിന്റെ ഒരു എന്താണ് സംഭവം? ഈ കഴിഞ്ഞ ഡിസംബറിൽ പോയതാണോ? കഴിഞ്ഞ ഡിസംബറിലെ അല്ലേ? കഴിഞ്ഞ ഡിസംബറിലെ നമുക്ക് പിന്നെ ഏത് ട്രിപ്പ് പോയാലും നമ്മളെല്ലാവരും അല്ല അതുകൊണ്ട് തന്നെയുള്ള വണ്ടിക്ക് അടുപ്പിച്ച് ട്രിപ്പ് വന്നെ, അല്ലെങ്കിൽ വരില്ല. അത് എനിക്ക് ഉറപ്പുള്ള കാര്യം. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോവാന്ന് പറഞ്ഞപ്പോഴും പിള്ളേരെല്ലാരും സെറ്റ് ആണ്. സ്കൂൾ ട്രിപ്പാണോ കോളേജ് ട്രിപ്പാണോ? നമ്മൾ പോയത് കോളേജാന്ന് തോന്നുന്നു. കോളേജ് ട്രിപ്പ് പഞ്ചാബ് പിള്ളേര്. പഞ്ചാബ് പഞ്ചാബിൽ നിന്നൊക്കെ കൊള്ളാലോ. പഞ്ചാബിൽ നിന്ന് കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അടിപൊളി ഒരു വൈബായിരുന്നു. പിള്ളേര് ടോപ്പ് സ്റ്റേഷനൊക്കെ ആദ്യമായിട്ടുള്ള. അതെ അതെ, കാരണം അവരുടെ ആ ഒരു അവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ആ ഒരു വളവും ആ ഒരു ക്ലൈമറ്റ് ഈ മസനഗുഡി ഊട്ടിയൊക്കെ ട്രെൻഡിങ് മൂന്നാർ ട്രെൻഡിങ് ആവേണ്ടതായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ പോയി എല്ലാവർക്കും ഒരു ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പുറമേ നോക്കുമ്പോഴേക്കും അതിനൊരു വലിയൊരു വികാരം തോന്നണമെങ്കിൽ നമ്മൾ സ്ഥിരം പോണോണ്ടായിരിക്കും. എനിക്കും ഞാൻ സ്ഥിരം ഇടയ്ക്ക് മൂന്നാറൊക്കെ പോകുന്നതാണ്, നമ്മുടെ വീഡിയോസും കുറെ ഉണ്ട്. പക്ഷെ പുറമേ നിന്ന് തന്നെയായിരിക്കും ഇപ്പൊ നമ്മള് പലപ്പോഴും കുളു മണാലി കാണാൻ വേണ്ടി പോകുമ്പോ അവര് നമ്മുടെ മൂന്നാർ കാണാൻ വേണ്ടി ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എറണാകുളം കാണാൻ വേണ്ടി ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു ട്രിപ്പാണല്ലോ നിങ്ങൾക്ക് ഒരു മെമ്മറബിൾ ആയിട്ട് മറക്കാൻ പറ്റാത്ത ട്രിപ്പാണ് അത്. നമ്മുടെ നാട്ടുകാരല്ല, ഒരു പഞ്ചാബികൾ പിള്ളേര് സ്റ്റുഡൻസ് ബോയ്സ് ആൻഡ് ഗേൾസ്, അവർ ആ ഒരു വൈബ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും രസകരമായിട്ടുള്ളതായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴും ആ ഒരു വളവിൽ നിന്ന് തിരിഞ്ഞു കയറുമ്പോഴും അവർ വിചാരിക്കണം ഇത് മുട്ടോ ഇല്ലയോ. അവർക്ക് ഭയങ്കര ഒരു ചെറിയ വഴി ശരിയായി മൂന്നാമത് വഴിയിലും ആ ഒരു ടോപ്പേഷനൊക്കെ വട്ടപ്പെടാൻ അങ്ങോട്ട് പോണത് തൊട്ടല്ലേ അവരുടെ മുഖത്തൊരു സന്തോഷം കാണാന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമുക്കൊരു സംതൃപ്തിയാണ്. കാരണം നമ്മളെല്ലാം നാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ ഇത്ര ദിവസം 6 ദിവസം നമ്മളൊരു അപ്പൊ അതാണ് എനിക്കൊരു ഗുഡ് എക്സ്പീരിയൻസ്. അപ്പൊ അതേപോലെ ഇനി ആൾക്കാരൊക്കെ പറഞ്ഞ അടിപൊളിയാവട്ടെ എന്ന് ഒരിക്കലും ആശംസിക്കുന്നു. പിന്നെ അത് മാത്രല്ല നമ്മള് അന്ന് പോയ ഒരു കല്യാണ ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് നമുക്ക് നമ്മളൊരു 3 ദിവസത്തെ കന്യാകുമാരി തിരുവനന്തപുരം കന്യാകുമാരി ഒക്കെ പോയി തിരിച്ചു. അല്ല തിരുവനന്തപുരം കന്യാകുമാരി മറ്റേ ശിവഗിരി പോയെന്നാ ഓട്ടം, 3 ദിവസത്തെ ഓട്ടം. ആ 3 ദിവസത്തെ ഓട്ടം കഴിഞ്ഞ് സമയമില്ല, വെളുപ്പിന് 4 മണിക്ക് വന്നിട്ട് കാലടിന്ന് ഓട്ടോ കൊടുക്കണം. വെളുപ്പിന് 4 മണിക്ക് കന്യാകുമാരിന്ന് വന്നം അവിടെ നിന്ന് വന്ന് വെളുപ്പിന് 4 മണിയാകുമ്പോഴേക്കും ഓട്ടോ കൊടുക്കണം. നമ്മള് 4 മണിയാകുമ്പോ വന്ന് വണ്ടി കഴുകി സെറ്റപ്പ് ആക്കി അടുത്ത ഓട്ടോ കൊടുക്കാൻ പോകും. വീണ്ടും തിരുവനന്തപുരത്തേക്കാണ്. ഉറങ്ങിയിട്ടില്ല കന്യാകുമാരിന്ന് തന്നെ വണ്ടിയാ. ഇവിടെ വന്ന് ഒരു വെളുപ്പിന് രാവിലെ ഒരു 2 മണിയാകുമ്പോ വന്ന് വണ്ടി കഴുകിയിട്ട് 4 മണി വീണ്ടും തിരുവനന്തപുരം കല്യാണം ഓട്ടം. അതിലൊരു വൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന വഴിക്ക് ഒരു ടിൻസാണ്, ഒരു അവളുടെ ചേട്ടന്റെ കല്യാണമായിരുന്നു. സ്വന്തം ചേട്ടന്റെ കല്യാണം, 2 ടിൻസും പിള്ളേരാണ്. തിരിച്ചു വന്ന വഴിക്ക് അപ്പൊ ബസ്സിൽ കയറണം എന്നുള്ള വാശി, ബസ്സിനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു. കാരണം ബസ് എപ്പോഴും ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആകെ ബസ്സിൽ കയറണം.
കല്യാണത്തിന് അപ്പൊ അങ്ങോട്ട് പോയത് എങ്ങനെ വരും? അവര് തലേ ദിവസം അവര് ഇന്നോവയ്ക്ക് ഇവിടെ അങ്ങോട്ട് പോയി. കാരണം പുടവ കൊടുക്കണേ അങ്ങനെ എന്തോ ചടങ്ങുകളൊക്കെ ആയിട്ട് അവരങ്ങോട്ട് പോയി. തിരിച്ച് പോരാൻ നേരത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടൻ സീറ്റ് എടുത്തോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. അവർ അതിനെന്നെ കുഴപ്പം ഉറപ്പായിട്ടും. അത് തീർച്ചയായും. കാരണം നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ എന്നെ കുറിച്ച് പോലും കുറെ പേര് പറഞ്ഞ കുറ്റമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കാര്യങ്ങള്, അവര് ഒരു പെമ്പിളെ പോയതൊക്കെ ഞാൻ ബസ്സില്ല. കാരണം നമുക്ക് ആ വികാരം എന്താന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ചേട്ടൻ ഡ്രൈവിംഗ് സീറ്റ് കയറിക്കണം. ഞാൻ പറയാൻ എന്തിരുന്നു ഇരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ആള് വണ്ടി ഓടിക്കുമ്പോ ചേട്ടാ ഞാൻ ഇവിടെ നടുക്കിരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനിരുന്നു, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയെല്ലാം എല്ലാവരും ഉണ്ട്. രണ്ട് ടെൻസ് അവരുടെ കസിൻസ് എല്ലാവരും വണ്ടിയിലുണ്ട്. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ തലേദിവസം കാരണമായ ടീം തിരിച്ചു ഇതിന് ചേർന്ന് വാശി പിടിച്ചു വന്നല്ലോ. പക്ഷെ അവരിപ്പോഴും നമ്മൾ അത്രയും കമ്പനിയാണ്, ചങ്കളായിട്ട് കൊണ്ടുവരണം ഇപ്പോഴും. കാലടി തന്നെ കാലടി കറക്റ്റ് പാറപ്പുറം. അതൊരു മറക്കാൻ പേര് അച്ചു. അച്ചു അപ്പൂന്ന് നമ്മൾ വിളിക്കുന്നു. അത്രയും ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ കുറെ പുതിയ ബന്ധങ്ങള്, പുതിയ എക്സ്പീരിയൻസുകൾ, അതാണ് ചോദിക്കാൻ കാരണം. അടിപൊളി ഒരു വൈബാണ്. ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ നിൽക്കണ്ടേ. എവിടെ ട്രിപ്പ് പോയാലും എന്ത് കാര്യങ്ങൾക്കായാലും ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും നമ്മളെ മെൻഷൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും. ഒരാളുടെ പേര് ഉറപ്പായിട്ടും, ഒരാളുടെ പേര് വിനീഷാന്നും ഒരാളുടെ പേര് വിനയാന്നുമാണ്. അടിപൊളി. രണ്ടുപേരും കട്ടക്ക് കൂടെ. അല്ല, മറക്കാൻ പറ്റാത്ത അനുഭവം ചോദിച്ചപ്പോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പറയേണ്ടത് അതായിരുന്നു ശരിക്കും. ട്രിപ്പിനെ പറ്റി ചോദിച്ചപ്പോ നമ്മള് മൂന്നാർ അങ്ങ് പോയിരുന്നുള്ളൂ. അതൊരു അടിപൊളി വൈബാണ്. തീർച്ചയായിട്ടും കാണാൻ താല്പര്യം. അപ്പൊ വന്നാൽ നമുക്ക് അടുത്തേക്ക് പോയാലോ. മലയാള ജില്ലയിലായിട്ട് ബാക്കി ഡീറ്റെയിൽസ് എടുക്കാം. നമ്മുടെ ഡ്രൈവർ അവിടെ അപ്പൊ തന്നെ സ്ഥാനം പിടിച്ചേട്ടാ. ചേട്ടാ വണ്ടി ട്രിപ്പ് എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി ഊട്ടിക്കാണ്ടോ ഞങ്ങൾ. അതൊരു പ്രത്യേക വൈബായിരിക്കും. സത്യം വൈബ്. ഞങ്ങൾ വൈബിന്റെ അകത്തോട്ട് മോശമല്ല. അതെ, ഞാനും ജയിലിന്റെ അകത്തേക്ക് കയറി. എന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹം, കുറെ നാൾക്ക് ശേഷം ഞാൻ ഒരു പൊസിഷനിൽ. കാരണം പണ്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ സ്ഥിരം പ്ലേസ് ആയിരുന്നു. കുറെ നാൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്നു. അപ്പൊ ചേട്ടാ പറഞ്ഞോ, ഈ വണ്ടിയിൽ ഇപ്പൊ ഓൾറെഡി ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ റെഡ് കളർ, പുറമെ പച്ച, മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനാണ് ഉദ്ദേശിച്ചത്. വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. അത് ചുമ്മാ കണ്ടു കഴിഞ്ഞപ്പോ അതൊരു ഭയങ്കര ഫ്രണ്ടില് ഡാഷ്ബോർഡിൽ റെഡിൽ ഇതിട്ട് കഴിഞ്ഞപ്പോ ഒരു കാണാനൊരു ഭംഗി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് വേറെ ഒരു മൾട്ടിപ്പിൾ കളറായിട്ടുള്ള ഒരു ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇവിടെ ഡ്രീം ക്യാച്ചത് കാര്യങ്ങൾ നടപ്പുണ്ട്. എന്നാ പറഞ്ഞ പോലെ കുറവ് അധികമൊന്നുമില്ല ആവശ്യത്തിന്, എന്നാൽ വിഷ്വലിന് മറക്കാത്ത രീതിയിൽ. വിഷ്വൽ എന്തായാലും അറിയില്ല. ഇത് നമുക്കൊരു ഭംഗിയുണ്ട് കാണുമ്പോ. ചുമ്മാ നമ്മള് മൂന്നാർ പോയി കഴിഞ്ഞപ്പോ എക്കോ പോയിന്റ് ഇങ്ങനെ കുറെ മേടിച്ചിട്ടാ നമുക്കൊരു കൗതുകം. അതുപോലെ കുറെ സാധനങ്ങൾ നമ്മൾ മേടിച്ചിടും. പിന്നെ സൂപ്പർമാൻ മാസ്ക്. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പുതിയ വന്ന വണ്ടികൾക്ക് ക്യാബിൻ കുറച്ചുകൂടി വലിപ്പമില്ല. കുറച്ച് വലിപ്പമുണ്ട്. ക്യാബിൻ ശരിക്കും വലിപ്പം കുറവാണ്. പക്ഷെ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി തന്നെ ഇരിക്കണേ. ബെർത്ത് ആയാലും അതുപോലെ സെറ്റ് വർക്ക് ആയാലും നോർമൽ സെറ്റ് വർക്ക് വലിയ അത്രയും ഭയങ്കര വലിയ വലിയ സ്പീക്കർ അങ്ങനെയുള്ള അത്യാവശ്യം നമുക്ക് നോർമൽ രീതിയിൽ ചെയ്താക്കണം. വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല അത്യാവശ്യം നീറ്റാണ്, മാന്യമായ രീതിയിൽ തന്നെ നോർമലായിട്ട്. അത്യാവശ്യം സൗണ്ട് ഉണ്ടോന്ന് വെച്ചാൽ സൗണ്ട് ഉണ്ട് ആവശ്യത്തിന്. നിയമം അനുശാസിക്കുന്നത് എങ്ങനെ ആ രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ ചേട്ടാ മാലയൊക്കെ പുതിയതാണല്ലേ? ഇതിപ്പോ കഴിഞ്ഞ ഒരു 2 ട്രിപ്പിന് മുന്നേ പേരൊക്കെ അടിക്കണം. സമയം കിട്ടില്ല നമുക്ക്. അതിന് നിന്ന് തിരിയാനുള്ള വണ്ടി ഇറങ്ങാനുള്ള ടൈം. ഇനി ഓട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ തീർച്ചയായും. കാരണം ഒരു വണ്ടി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഓട്ടം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ പലപ്പോഴും വണ്ടി വാങ്ങിച്ചിട്ട് ഓട്ടം ഇല്ലാത്ത കുറെ പേരെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഒരു കോവിഡിന് ശേഷം വണ്ടികൾ വിറ്റുപോയവരുണ്ട്. ചിലവര് പുതിയൊരു വ്യവസായം എന്ന രീതിയിൽ കടന്നു വന്നിട്ട് പകുതിക്ക് വെച്ച് എന്ത് ചെയ്യണമെന്ന് പറയാതെ ഈ ലോൺസ് കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടം കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞപ്പോ ഓഫ് സീസൺ ആണ്. അത്യാവശ്യം മൊയിലാളി അവിടെ നിന്ന് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ. ഓക്കെ, ഇത് പറഞ്ഞപ്പോ നിങ്ങളുടെ മൊയിലാളിയെ കുറിച്ച്, നിങ്ങളുടെ മൊയിലാളി പേരെന്താണ്, എങ്ങനെയാണ്, ആളെങ്ങനെയുണ്ട്? നമുക്ക് മൊയിലാളി എന്ന് പറഞ്ഞാൽ 3 പേരുണ്ട്. 3 പാർട്ണർഷിപ്പാണ്. 3 പേര് പാർട്ണർഷിപ്പാണ്. ഒരാള് ആൽബിനോ, സജി. ഓക്കെ. ഒരാള് ഷാജു. അവര് ബ്രദേഴ്സ് ആണോ? ഇല്ല, അവര് 3 ഫ്രണ്ട്സ് അറിയാം. ഓക്കെ. നമ്മുടെ അങ്കമാലി തന്നെയുണ്ട്. അങ്കമാലി തന്നെ. ഈ മരിയ ഹോളിഡേയ്സ് ശരിക്കും അങ്കമാലി എവിടെയായിട്ടാണ്? അങ്കമാലി ശരിക്കും വരുന്നത് പൊങ്ങം.
പൊങ്ങം പമ്പിന്റെ ഒക്കെ പമ്പിന്റെ അടുത്താണ്. പൊങ്ങമ്പമ്പ് ഓൾറെഡി എന്ന് വെച്ചാല് നമ്മുടെ ഈ നൈറ്റ് പോണ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകാരും കയറി ഫുഡ് കഴിക്കുന്നത് ഡീസൽ അടിക്കുന്നൊക്കെ അവിടെ നിന്നാണ്. അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ അവിടെ നിന്ന് അടിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വലിയ പമ്പാണ്. ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കണം. തന്നെ വാഷ്റൂമും കാര്യങ്ങളും, പമ്പിൽ വാഷ്റൂം ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ അതിന്റെ പാർക്കിംഗിൽ വാഷ്റൂം ഉണ്ട്, അവിടെ തന്നെ ഹോട്ടലുണ്ട്. നമുക്ക് ഫുഡ് അതായത് നമ്മൾ എവിടെ നിന്ന് എടുത്തു വന്നാലും ഇപ്പൊ അങ്കമാലിയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് വണ്ടി നമ്മൾ എടുത്തു വന്നാലും ഒരു നൈറ്റ് നമ്മളൊരു 8 മണി ഏകദേശം ആ ടൈം കറക്റ്റ് നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മളവിടെ ഓടിച്ചില്ല. കാരണം എനിക്ക് ഞാൻ ചോദിക്കുന്നത്, ഞാൻ കുറച്ച് പാക്കേജ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ നിലവിൽ ഞങ്ങൾ പുതിയ പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇങ്ങനത്തെ കൂടി പറയാം, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം പാക്കേജിങ് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഞാൻ പാക്കേജിന് പോയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ പോയ മിക്ക പാക്കേജിലും എല്ലാ പാക്കേജിലും നമ്മൾ ഈ പിള്ളേരെയും കൊണ്ട് കോളേജ് പിള്ളേരെയും കൊണ്ട് ആയാലും ഫാമിലി ആയാലും പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്പോട്ട് പൊങ്ങമ്പ അവിടെ കയറി വണ്ടി വെയിറ്റ് ചെയ്യുന്നു, നമുക്കവിടെ സമാധാനമുണ്ട്. നമ്മളവിടെ സമയം നമുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പട്ടിക്കാട് മുമ്പിൽ പോകും. ഓക്കെ, അവിടെ നമ്മൾ പിന്നെ സമയം കിട്ടില്ല, നമ്മൾ നേരെ വടക്കാഞ്ചേരി ഇപ്പൊ സമയം ആയിട്ടില്ല, ഒരു 6 മണി ഒക്കെ ടൈം ആയിട്ട് വടക്കാഞ്ചേരിക്കും. അപ്പൊ ഓടി എത്തുമ്പോ അവിടെ കറക്റ്റ് ചെയ്യും, ടൈം കീപ്പ് ചെയ്യും. അത്യാവശ്യം സൗകര്യമുണ്ട്, സൗകര്യങ്ങളും കാര്യങ്ങളും. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ ടേബിൾ അടിക്കാനായാലും സ്പേസ് ഉണ്ട്. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പൊതുവെ എല്ലാവരും വിചാരിക്കും അത് വലിയൊരു വണ്ടി മറ്റേ നമ്മുടെ പ്രൈവറ്റ് ഓടിക്കണ പോലത്തെ എളുപ്പമല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ പൊതുവേ. കാരണം ഇത് പക്ഷെ പാക്കേജ് ആയിട്ട് പോകുമ്പോൾ പോലും നമ്മളെക്കാളും ഉപരി നമ്മുടെ ഒപ്പം വന്നവരുടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ടൂറിസ്റ്റ് മേഖല എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പോ കേരള ടൂറിസത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണം, ക്യാരവാൻ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഓക്കെ ഫൈൻ. ഇതൊക്കെ ഉള്ളെങ്കിൽ ഉള്ള ഒരു ടൈം ആണെങ്കിൽ പോലും ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സുകൾ സാധനത്തിന് അത് തന്നെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരവാൻ ടൂറിസം വന്നു, വിദേശികൾ മാത്രമല്ല നമ്മുടെ സ്വദേശികളൊക്കെ ശരിയൊക്കെ എൻജോയ്മെന്റ് വേണ്ടേ? അല്ലെ, എന്റെ ഒരു ഒപ്പീനിയൻ ചേട്ടൻ തോന്നുന്നു. തീർച്ചയായിട്ടും വേണമല്ലോ അവർക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളിപ്പോ ഈ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും ഈ പറഞ്ഞ ഞാൻ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്ന കാര്യമാണ്. കാരണം ഇതിന് ട്രിപ്പ് പോകുമ്പോഴേക്കും എൻ്റെ അടുത്തും പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവിടെ മാത്രം ചേർന്നത്? അല്ലാതെ അവർക്ക് നമ്മുടെ വണ്ടിയിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവർക്ക് ലേഡീസ് ഒക്കെ ഉണ്ടാവും. അതെ തീർച്ചയായും. അവർക്ക് നമ്മളിപ്പോ അവിടെ ചവിട്ടാണ്ട് നമ്മൾ വിട്ടുപോയി, നമ്മൾ വേറെ പമ്പി കൊണ്ട് നിർത്തി, അത് 1-2 പേര് കാറി പോണല്ലോ, 40-49 പേരുണ്ടാവും, കുട്ടികളായാലും വലിയ മുതിർന്നവരായാലും. സത്യം പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു സ്കൂൾ ട്രിപ്പ് ആയാലും കോളേജ് ട്രിപ്പ് ആയാലും ഓട്ടോമാറ്റിക്കലി 3-4 ദിവസത്തെ ട്രിപ്പിൽ വരുമ്പോൾ നമ്മൾ ആസ് എ ഫാമിലി മെമ്പർ എന്ന രീതിയിലൊക്കെ മാറുന്നത്. കാരണം ഞാൻ പലപ്പോഴും ട്രിപ്പ് പോയപ്പോ പോലും എനിക്കുള്ള എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കേ നമ്മളിപ്പോ ഒരു വേളാങ്കണ്ണി ട്രിപ്പ് പോയാലും നമുക്ക് ടൈം ഉണ്ട്, നമ്മൾ ടൈം കീപ്പ് ചെയ്ത് ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കണം. അതെ, നമ്മൾ ചെറിയൊരു പമ്പിൽ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇടാനോ ഡീസൽ അടിച്ച് വണ്ടി ഇട്ട് ഒതുക്കി അവർക്ക് ഫുഡ് കൊടുക്കാനോ ടൈമോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പൊങ്ങം പമ്പിലൊക്കെ കൊടുക്കണേ. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മളെ രാവിലെ നമ്മൾ ഓടി നമുക്ക് അത് കൊല്ലങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് അറിയുന്ന സമയത്ത് ഓടി എത്തും. അതാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. ഓക്കെ, താങ്ക് യു കേട്ടോ, നല്ല ഇൻഫർമേഷൻ. കാരണം എനിക്കും പലപ്പോഴും നമ്മളിപ്പോ വെള്ളിയാഴ്ചയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മള് ശനിയാഴ്ച രാവിലെ 5:30-6 മണിയാകുമ്പോൾ ഓടി കയറി ചെല്ലണം. ആ സമയത്ത് നമ്മൾ ഓടി എത്തിയില്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ശനിയാഴ്ചത്തെ 9 മണിക്ക് കുർബാനയുണ്ട്, മലയാളം കുർബാന. അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഞായറാഴ്ച അവിടെ നിന്ന് 6 മണിയാകുമ്പോഴേക്കും ഫുഡ് കൊടുത്ത് 7 മണിയാകുമ്പോഴേക്കും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് ഞായറാഴ്ചത്തെ കുർബാനയോടെയും കണ്ടിട്ടേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മള് ലേറ്റായി നമ്മൾ ശനിയാഴ്ച കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 9 മണി കുർബാന കാണാൻ പറ്റില്ല. ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം, ക്ഷീണം അത് ഇത്. അല്ലെങ്കിൽ അപ്പൊ അവര് പറയും ഞായറാഴ്ചത്തെ 9 മണിയുടെ കുർബാന കണ്ടിട്ടേ പോരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മളെ ടൈം കീപ്പ് ചെയ്ത് കറക്റ്റ് അതിനനുസരിച്ച് ഡീൽ ചെയ്ത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഏത് മേഖലയിലെ പോലെ തന്നെ ഇവിടെയും പഞ്ച്വാലിറ്റി എന്ന കാര്യം കീപ്പ് ചെയ്യേണ്ട കാര്യം തന്നെ. തീർച്ചയായിട്ടും. കാരണം അതില്ലാതെ വന്ന വണ്ടിക്കാർക്കായിട്ട് മിക്കപ്പോഴും കംപ്ലൈന്റ്സും വരുന്നത്. അല്ല, എല്ലാവരും അത് കീപ്പ് ചെയ്തിട്ടാണ് പോണത്. വണ്ടിക്കാർ ഷാർപ്പ് ടൈമും അല്ല പൊതുവെ ഇപ്പൊ എന്താണ് ടൂറിസ്റ്റ് ബസ്സുകാരാണ് വില്ലന്മാര്. ടൂറിസ്റ്റ് ബസ് ആയതെന്നൊക്കെ പറഞ്ഞ പോലും കേസുകൾ ഉണ്ടാക്കുന്നത് KSRTC. ഇന്നേ വരെ എല്ലാവർക്കും അറിയാവുന്ന പച്ച പരമാർത്ഥം ഉണ്ട്. ഇപ്പൊ കാര്യം പറഞ്ഞപ്പോ പഞ്ചായത്തുകാരൻ പറഞ്ഞപ്പോഴാണ് അവര് നടുവയിൽ അത് കിട്ടാലും ഒന്നും ചോദിക്കാൻ ഇവിടെ ആളുമില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെങ്ങനെ നടുവിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ചോദ്യം വരും. അത് വേണ്ട. ഇപ്പൊ കല്യാണ വീട്ടിൽ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ കല്യാണ ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർ അതേപോലെ തന്നെ അവസ്ഥയാണ് കല്യാണ ബസ്സിന്റെ അവസ്ഥ. എന്താ നിങ്ങൾക്ക് പോകാനായില്ലേ? ഇപ്പൊ അവര് എത്തി, ചിലപ്പോ കാറിന് പോകണവന് ഓടി എത്താം, ബസ് ഓടി എത്തില്ലെങ്കിൽ അതും ചോദിക്കണം. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓടിയെത്തണ്ടേ. ഇപ്പൊ മൂവാറ്റുപുഴ വഴി വന്നു കഴിഞ്ഞാൽ കാലടിയൊക്കെ ബ്ലോക്കാ, ടൈമിന് ഓടിയെത്തില്ല. അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് ഇറങ്ങാൻ നോക്കണം.
പക്ഷെ ഇത് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പോയത്. പക്ഷെ പൊതുവെ പുറമേന്ന് ഒരാളെ നോക്കുമ്പോൾ അവൻ കാറിൽ പോണവനായിരിക്കും അല്ലെങ്കിൽ ബൈക്കിൽ പോണവനായിരിക്കും, കൂടി പോകാനോട് SUV ഉണ്ടായിരിക്കും. അതിന് പോണവൻ ഈ ബസ്സിന്റെ കാര്യം ചിലപ്പോൾ അറിയില്ല. പിന്നെ കുറെ എനിക്ക് വേറെ കാര്യം ഈ ഒരു അവസരത്തിൽ തന്നെ പറയാം, ഈ ഫ്രണ്ട് ഇരിക്കുമ്പോൾ തന്നെ പറയാം, ഈ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, അവിടെ കാണുന്നില്ല ഇവിടെ കാണുന്നില്ലെന്ന്. സ്റ്റിക്കർ ഒട്ടിച്ചാലും ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വിഷന് ഏരിയ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഞാനും ഓൾറെഡി ഇപ്പൊ ഈ ഇടയ്ക്ക് റീസെന്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയാലും ഇവിടെ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെ. ഈ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ചിലപ്പോൾ റൂട്ട് ബസ്സിനൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കറിനേലും ഉപരി നമ്മളെ ആൾക്കാരെയും കൂടി അവിടെ ഐ മീൻ ഇങ്ങനെയാണ് വണ്ടി വിഷ്വൽ ഇത്ര നാട്ടുകാർക്കും കൂടി അറിയാൻ പറ്റിയാലേ അവർക്ക് അത് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കാറിന്റെ മുമ്പിൽ ചാടിനോട് ഒരിക്കലും ബസ്സിന് മുമ്പിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഇത് പൊക്കത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാനിപ്പോ ഈ ടോക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തന്നാണ്. പിന്നെ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ മാറ്ററിലേക്ക് തന്നെ വരാം. ചേട്ടൻ ഇപ്പൊ ഈ വണ്ടി ഇത്ര കംഫർട്ടാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ റീസെന്റ് എനിക്ക് ചോദിക്കാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാല് ഈ സ്റ്റിയറിംഗ് അതൊക്കെ നല്ല രസമാണ്. ഈ ഒരു കവറേജ് ഞാൻ കണ്ണൂരിന്ന് ഒരു മാസം വണ്ടിയെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ബുക്ക് ചെയ്ത് വിളിച്ച് നമ്പർ കിട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി കസ്റ്റം മെയ്ഡ് ചെയ്തതാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിപ്പിച്ച അപ്പൊ ഈ ഡബിൾ ഞാലി അത് ഒരു ഞാലി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മൾ ഡബിൾ ഞാലി വേണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഡബിൾ രണ്ട് സ്റ്റെപ്പ് അത് ഡബിൾ ആണല്ലേ. ഡബിൾ ഒറ്റ ഞാലി ഉള്ള കാരണം പിന്നെ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് കുറെ നാളിങ്ങനെ നോക്കി നടന്ന് സാധനം തപ്പി കണ്ടുപിടിച്ച് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് 4 ദിവസമുള്ള സാധനം വീട്ടിൽ കിട്ടിയിട്ട് എനിക്കിത് ഇടാൻ സമയമില്ല, തുന്നിക്കണമല്ലോ. ഒരു മാസം ഞാനത് ബർത്തി കയറ്റി വെച്ചു. പിന്നെ കുറച്ചാളെ വീട്ടിൽ കയറ്റി വെച്ചു. ബസ്സിൽ 4 എടുത്തോണ്ട് പോലും വീട്ടിൽ കൊണ്ട് വെച്ചു. സമയം കിട്ടുള്ള തുന്നി. കാരണം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഈ ബസ്സുകൾ പാർക്ക് ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് സേഫ്റ്റി എന്ന കാര്യം ഭയങ്കര വിഷയമുണ്ട്. കാരണം ഇപ്പോഴും പല വണ്ടികളുടെയും ബാറ്ററികൾ അടിച്ചു പോകുന്നു, എടുത്തോണ്ട് പോകുന്നത്. അതുണ്ട്. അത് നമ്മള് സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ ക്യാമറ വെക്കുക. ക്യാമറ ഉള്ളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മള് ഡിക്കികളെ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പിന്നെ മറ്റേ വോൾവോ ടൈപ്പ് മറ്റേ വിദേശ വണ്ടിയൊക്കെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് ഒരു ഷെഡ് ഓൺ അടിച്ചിട്ട് വണ്ടി വീട്ടിൽ ചെയ്ത് വെക്കാം. അപ്പൊ പിന്നെ ഒന്നും പോകില്ല. കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചാൽ അവർ കൊണ്ടുപോകും. നമ്മുടെ ഭാഗത്തുനിന്നും നമ്മള് നോക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാണ് ചോദിച്ചത്. ഓക്കെ കൊണ്ടുപോയില്ലെങ്കിൽ അവർ അഴിച്ച് സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് പോവാം. അതെ. പിന്നെ ചേട്ടാ ഇതിന്റെ വീൽ കപ്പുകളും ഇതേപോലെ കസ്റ്റമൈഡ് ആണ്. വീൽ കപ്പ് ഞാൻ തപ്പി അന്വേഷിച്ച് കിടന്ന് സൈനോൾസിന്റെ നമ്പർ കണ്ടുപിടിച്ച് നമ്മുടെ സൈനൽസ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഇടക്ക് മറ്റേ വിഷയങ്ങളായ ഈഗിൾ ജെറ്റിന്റെ ഒക്കെ വണ്ടി ചെയ്തതും അവിടെ ഞാൻ അയക്കാനെ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് തന്നെ അവര് വേറെ പറയണ പെയിന്റ് ചെയ്ത് തരും. എനിക്ക് നജീബിക ബേസിന് പുള്ളി ഓൾറെഡി കസ്റ്റമൈഡ് ആണ്. നമ്മുടെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഉപരി നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ ആ രീതിക്ക് അത്ര നല്ല കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ഡീലിംഗ് എല്ലാം വക്കിയാണ് പുള്ളിയുടെ നജീബിക്ക. എനിക്ക് ആ വീല് കണ്ടപ്പോ കസ്റ്റമൈഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാ. ഞാൻ വിളിച്ചു പറഞ്ഞു. അതും ഇതേപോലെ തന്നെ കൊണ്ടുവന്നു. അത് നമ്മള് അപ്പൊ തന്നെ വണ്ടി വർക്ക് ചെയ്യാൻ തന്നെ പെയിന്റിങ്ങിന് കയറ്റിയായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് നമ്മൾ തന്നെ അത് മേഡ് ചെയ്ത് കറക്റ്റ് ലെവൽ ചെയ്ത് കയറ്റി ചെയ്ത് സെറ്റപ്പ് ചെയ്യാണ് ചെയ്തത്. അത് ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് വണ്ടി. സാധാ വണ്ടി വ്യത്യസ്ത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വീൽ കപ്പ് ഇപ്പൊ അത് അതിന്റെ ഒരു ഇത് പോയി. ഏത് നമ്മളെ കൊണ്ടുവന്ന ഇല്ല, ഇത് നമ്മുടെ വണ്ടിക്ക് വരുന്നതിന് മുന്നേ ഒത്തിരി വണ്ടികളുണ്ട്. അപ്പൊ പിന്നെ പല പല മോഡല് ബട്ടർഫ്ലൈ ഉണ്ട്, നമ്മുടെ പിന്നെ ലെയർ ടൈപ്പ് ആണ്. ബട്ടർഫ്ലൈ ഉണ്ട്, ഇഷ്ടംപോലെ മോഡൽ. ഇത് ഇച്ചിരി ഇതിന്റെ ഫാഷൻ ഇതിന്റെ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പോ അത് കയറ്റി വെച്ചു എന്നുള്ളൂ. ഒരു വൃത്തിയേട് അത് ഇട്ട് ചെയ്യുമ്പോ ഒരു ഭംഗി ഉണ്ടാവും. ഓടുമ്പോ കാണുമ്പോ നമുക്ക് പേഴ്സണലി കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. കാരണം ബട്ടർഫ്ലൈ ആണെങ്കിൽ ടു ബി ഫ്രാങ്ക് എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ പറയാം. കാരണം ബട്ടർഫ്ലൈ എല്ലാ വണ്ടിക്കും ചേർന്നു. നമ്മുടെ മറ്റേ വണ്ടിയിലും 222 ബട്ടർഫ്ലൈ ആണ്. വണ്ടിയിൽ ബട്ടർഫ്ലൈ ഞാനത് കയറണ്ടല്ല. ഇത് എന്റെ ഇഷ്ടപ്പെടുന്ന അത് വീൽ ബേസിന് ഒരു കാര്യമുണ്ട്. കാരണം 220 വീൽ ബേസ് വരുമ്പോൾ ബട്ടർഫ്ലൈ മാച്ചിങ് ആണ്. പക്ഷെ 210 ഇത് വീൽ ബേസിൽ വ്യത്യാസം വരുമ്പോഴുണ്ട്. ചേട്ടാ ഈ കാര്യം വേറെ കാര്യം വീൽ ബേസിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് വേറെ കാര്യം. ഈ 210 വീൽ ബേസ് വണ്ടി 222 വീൽ ബേസ് വണ്ടി പൊതുവെ എല്ലാവർക്കും വേണ്ടി ഡൗട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ടയർ ടു ടയറിന്റെ അതിന്റെ ഡിസ്റ്റൻസ് ആണ്. എന്താണ് നമ്മുടെ നീളം വ്യത്യാസമുണ്ട്. വണ്ടിക്ക് ഓട്ടി 222 210 തമ്മിൽ രണ്ടടിയുടെ വ്യത്യാസത്തോളം. 2 ഫീറ്റ്. 2 ഫീറ്റ്. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 32 ഇഞ്ച്. അപ്പൊ 64 അടുത്ത് അല്ല 30 സെന്റ്.
ഒരു 60 ഇഞ്ചല്ല 65 സെന്റിമീറ്റർ. അടുത്ത് നമുക്ക് സെന്റിയാണ് ഒരടി. അപ്പൊ നമുക്ക് അത്രയും വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട് ബോഡി ടു ബോഡി വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് മറ്റേ ഒടിയും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും അല്ലേ? നീളം കൂടുന്നതനുസരിച്ച് നമ്മൾ നോക്കി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തട്ടാതെ അവരുടെ എക്സ്പീരിയൻസ് വണ്ടി നമ്മുടെ പങ്കാളി ഉണ്ടാവുമല്ലോ, തീർച്ചയായും അവ നമ്മള് കട നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു അതിനൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മള് പറയണ്ട, ആശാനെ അത് അവിടെ കയറില്ലട്ടോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ആള് ചാടി ഇറങ്ങി ഫ്രണ്ടിൽ നോക്കും. ആളവിടെ എത്തിയിട്ടുണ്ടാവും. ആളവിടെ എത്തി അത് കറക്റ്റ് കണ്ട് ക്ലിയർ ചെയ്യും. ആശാനെ ആ വണ്ടിയില്ല, നമുക്ക് ഇവിടെ ഓടിക്കാം പറ്റാന്നാണ് നമ്മളവിടെ ചെയ്യും. ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ വലിയ വിഷയമാണ്. കാരണം അവിടെ നമ്മൾ പിന്നെ പോയി സ്ഥിരമായതുകൊണ്ട് നമുക്കത് വിഷയമേ അല്ല. അല്ല, കാരണം വെച്ചാൽ കുറെ വണ്ടിക്കാരൊക്കെ വന്ന് പെട്ടുകൊണ്ട്, കാരണം അവിടെ വന്നിട്ട് ആ ഒരു ടേണിങ് ആ ഒരു പോയിന്റിൽ വന്ന് കഴിയുമ്പോഴും കടകളും എല്ലാം അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് നമ്മൾ വണ്ടി ഒതുക്കി നമ്മളിപ്പോ എന്റെ കിച്ചുവിനെ നമ്മളവൻ വിടാണ് കേട്ടോ. അവിടെ വണ്ടി ഉണ്ടോ നോക്കുക, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആളെ പെട്ടപ്പെട്ടേന്നാണ് അവിടെ ഒരു 5 മിനിറ്റ് പോലും നിർത്താൻ നമുക്ക് സമയമില്ല, ടൈം കിട്ടില്ല. വണ്ടി എടുക്കുക, അവിടെ നിന്ന് ഇറക്കുക, ആളെ വണ്ടി ഒഴിവാക്കി നമ്മൾ വണ്ടി എടുത്ത് മാറ്റിയിടാം. അവരോട് പറയും ഇന്ന സ്ഥലത്ത് വണ്ടി കിടക്കണം, നിങ്ങൾ അവിടെ നടന്നു. ശരിക്കും ആ ഒരു കാര്യമാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സുകാർ കീപ്പ് ചെയ്യണ പോലെ തന്നെ ബാക്കി തന്നെ ടാക്സിക്കാരൊക്കെ അതൊന്ന് കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വണ്ടിക്കാരെ നമ്മൾ ഒരിക്കലും തടസ്സം ഉണ്ടാക്കരുത്. വണ്ടിക്കാരായാലും പ്രൈവറ്റ് വണ്ടിക്കാരാണ് കൂടുതൽ വിഷയം. കാരണം സീസൺ ടൈമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികള് ഏണാകോണാന്ന് പറഞ്ഞ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടോ, അവർക്കറിയില്ല. അവർക്ക് എങ്ങനെയല്ല അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതി. അവരെ വണ്ടി നട റോഡിൽ കൊണ്ടിട്ടിട്ട് പോകുന്ന അവസ്ഥ. ഈ ടാക്സി വണ്ടികൾ നമ്മൾ ബസ്, കാറ്, ട്രാവലർ എങ്ങനെ അവരുടെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കാരണം അവരത് കണ്ടേ ഇടത്തുള്ളൂ. അവര് ഫുൾ ടൈം വണ്ടിയിലുണ്ടാവും. പ്രൈവറ്റ് വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്ഥലം കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ അവരാ വണ്ടി അവരെ എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ചിലപ്പോ അവരുടെ ബാക്ക് സൈഡ് ചിലപ്പോ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് പുറത്തായിരിക്കും. ഇത് വേറെ വണ്ടിക്കാരൊന്നും വരച്ചുകൊണ്ട് പോകും, നമുക്കത് വിഷയമില്ല. വേറെ വണ്ടിക്കാരെന്ന് വരച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവരുടെ കാശ് വേറെ വണ്ടിയുടെ പെയിന്റ് പോകും. നമ്മളെ കൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ് നമ്മള്. അപ്പൊ നമ്മൾ അതിന്റേതായ രീതിയിൽ നമ്മൾ വണ്ടിയിൽ എപ്പോഴും ബസ് ഇട്ടുണ്ട് നമ്മൾ അങ്ങനെ പോകില്ല, ചാവടിക്കാനോ അല്ല അടുത്ത് തന്നെ ഉണ്ടാവും വണ്ടി. ഒരാള് വണ്ടി വണ്ടി അടുപ്പിച്ചിട്ടാണ് ഓപ്പോസിറ്റ് വണ്ടി ഗ്യാപ്പില്ല. ഇപ്പൊ തന്നെ ഈ സ്ഥലത്ത് ഇത്രയും ബസ്സുകൾ വണ്ടി എല്ലാവരും ഉണ്ട് ഇവിടെ. ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ റേറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സി എന്നൊക്കെ എല്ലാത്തിലുണ്ട്. അത് ചെറുപ്പം നേരം പോയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. പിന്നെ നമുക്ക് അകത്ത ഒന്ന് കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ മരിയയുടെ ബാക്കി ഡീറ്റെയിൽസ് പറയുമ്പോൾ എന്തായാലും നേരത്തെ നമ്മുടെ ഡ്രൈവർ, അതായത് നമ്മുടെ സാരഥി കാര്യങ്ങൾ വന്നി. ആ സാരഥിക്ക് എന്താ പറയാനൊക്കെ നോക്കാം, അതും കൂടി നമുക്ക് സംസാരിക്കേണ്ട കൂടി. ഇത് 49 സീറ്റ് അല്ല, 49 സീറ്റില് മീഡിയതൊക്കെ എന്താണ്. ഇതിപ്പോ 2013 ലാസ്റ്റ് വണ്ടി, അതായത് 14 തന്നെ നമുക്ക് പറയാം. ഇത് AC ആണല്ലേ? നോൺ AC ഓടൂല? നോൺ AC ഓടും. ഏത് ഓട്ടോ ആയിരുന്നു? ഓക്കെ, നമുക്കിപ്പോ ഏകദേശം എത്ര വണ്ടികളുള്ളത്? നമുക്ക് 4 ബസ്സുകളാണ്. 4 ബസ് തന്നെയാണ്. 249 234 34 ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ബാക്കി ബസ്സുകളൊക്കെ ഇപ്പൊ അങ്കമാനിലായിരിക്കും വന്നോണ്ട് ഇങ്ങനെ 4 ബസ് ഒരുമിച്ച് കാണണമെങ്കിൽ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഓട്ടങ്ങളാണല്ലോ, സീസണായി തുടങ്ങി. ഓക്സിജനിൽ വേണ്ടിയിട്ട് പിന്നെയും സീസൺ. ശരിക്കും ഒരു ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ച് സീസൺ എന്താണ് സീസൺ എന്ന് പറയുമ്പോ നമ്മുടെ ഇപ്പൊ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ നമുക്ക് സീസണാണ്. ഡിസംബർ സീസൺ ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഓഫ് സീസൺ ആവും. മാർച്ചിൽ ഓൾറെഡി വെക്കേഷൻ ഉണ്ട്. എന്നാലും നമുക്ക് ഇത്ര ഓട്ടം ഉണ്ട്. കോളേജൊക്കെ സീസൺ കഴിഞ്ഞല്ലോ, ഇപ്പൊ തീരുമല്ലോ. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ഓട്ടങ്ങളൊക്കെ കഴിയും. പിന്നെ വേളാങ്കണ്ണി അങ്ങനെ ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലംപള്ളി അങ്ങനത്തെ റിലീജിയസ് ആയിട്ടുള്ള ഓട്ടങ്ങൾ കാര്യങ്ങൾ ഏപ്രിലാകുമ്പോഴേക്കും അത്യാവശ്യം പിന്നെ ഓട്ടമാവും. എന്തായാലും ഓട്ടം ഉണ്ട്, നിർത്തി കിടക്കലൊന്നുമില്ല. അതെ അത് തന്നെ ഗുഡ് പോസിറ്റീവ് വൈബാണ്. അപ്പൊ ഈ ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്? നമുക്ക് ഇത് മാത്രമല്ല ലീഗലി വെക്കാൻ പറ്റുള്ളൂ. വെക്കാൻ പറ്റുന്ന ലൈറ്റ് ഇത് മാത്രമല്ലേ? അപ്പൊ അത് ഉണ്ട്. ഇനി ഇത് കത്തും അതിനകത്ത് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ AC വണ്ടിയാണ്. അപ്പൊ AC ഇതിന്റെ ഉപയോഗിച്ചത് ജിങ്കിയുടെ. ഇപ്പൊ പൊതുവെ എല്ലാ വണ്ടി ഉപയോഗിക്കുന്നത് ജിങ്കി തന്നെയാണ്. കമ്പനി അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, നിങ്ങളിത് സെക്കൻഡ് എടുത്ത വണ്ടിയാണോ? അല്ല, നമ്മൾ ഫ്രഷ് ഉണ്ടായിരുന്നു. ഫ്രഷ് തന്നെയായിരുന്നു. അപ്പൊ പക്ഷെ വണ്ടി നമ്പർ ഒരു 39 ഉണ്ടായിരുന്നു. അത് മുതലാളിമാരായിട്ട് അങ്ങനെ എന്തോ അവര് പാർട്ണർഷിപ്പാണല്ലേ? അതാണല്ലേ? ഓക്കെ, എനിക്കറിയില്ല. ഞാനിപ്പോ വണ്ടി 33 ചോദിച്ചാൽ സെക്കൻഡ് ആണെന്ന് ചോദിച്ചു. പല വണ്ടി പല രജിസ്ട്രേഷനാണ്. മറ്റേ വണ്ടിയൊക്കെ ഒറ്റ KL 64 അങ്ങനെ ഒരു രജിസ്ട്രേഷനാണ്.
ഓക്കെ അങ്കമാലി റേഞ്ച് 34 ഞാൻ ഓർക്കണില്ല ഏത് രജിസ്ട്രേഷൻ. ഓക്കെ അതെന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചെയ്യാൻ വരാം എന്തായാലും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇതിനകത്ത് പൊതുവെ ഇപ്പോൾ ഈ വണ്ടി ലുക്ക് AC ഓട്ടം കാര്യങ്ങൾ പ്ലസ് നോൺ AC ഓട്ടം നിങ്ങളെ സംബന്ധിച്ച് ഏത് ഓട്ടവും കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫർട്ട്? നമുക്ക് ഏതായാലും വിഷയമൊന്നുമില്ല, എന്നാലും AC ആയാലും കുഴപ്പമില്ല. AC ആണെങ്കിൽ വണ്ടി അത്രയും ഇങ്ങനെ ഇതൊന്നും ആവില്ല, അത്രയും പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് അടച്ചിട്ട് ഫുൾ ഗ്ലാസ് ഫിക്സ്ഡ് ഗ്ലാസ് പോണ പോലെ തന്നെ പോകണം. അപ്പോൾ അത്ര അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നോൺ AC ട്രിപ്പ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഏതായാലും ഓടും. നമുക്ക് എന്തായാലും ഓടാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു സഹ പൈലറ്റിനുപരി വണ്ടി ക്ലീൻ ചെയ്യുന്നതും കൂടി ആയിട്ട് ചെയ്യണമുണ്ട്. എനിക്ക് ഇതിന്റെ ബാക്കി ഇതിന്റെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇപ്പൊ വണ്ടി കാണാൻ നല്ല അടിപൊളി നല്ല ക്ലീൻ ആയിട്ട് തന്നെ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പൊതുവെ ഇതിപ്പോ എനിക്ക് തോന്നി ഇവിടെ വന്നിപ്പോ ഏകദേശം എത്ര ദിവസം ഇപ്പൊ ഞങ്ങളിപ്പോ 2 ദിവസമായി. 2 ദിവസം ഇപ്പൊ ഒരു വണ്ടി ക്ലീൻ ആയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ക്ലീൻ ചെയ്ത് പോകുമ്പോഴേക്കും എളുപ്പം നോൺ AC ആയിക്കോളെ. കാരണം അതാകുമ്പോ വണ്ടി അധികം കേരളം അത് യാത്രക്കിടയിലും ഫുൾ ഗ്ലാസ് ഒക്കെ. പിന്നെ അതിന്റേതായ കുപ്പിങ് അങ്ങനെ പാക്കേജ് ഒക്കെ പോകുമ്പോൾ അതിന്റേതായ സ്വാഭാവികമായിട്ട് അവർക്കും കോളേജിലെ പിള്ളേർക്കായാലും കിട്ടുന്ന ലൈഫിൽ കിട്ടുന്ന ഒരു മൊമെന്റ് ആണല്ലോ, ഒരു ആഘോഷം. അതിപ്പോ നമ്മളായാലും ആഘോഷിക്കും തീർച്ചയായും. കാരണം അത് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മിസ്സിംഗ് ആണെങ്കിൽ അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളേതായ ഭാഗത്ത് നിന്ന് നമ്മൾ കീപ്പ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇത് 49 സീറ്റ് അല്ലേ? 49 സീറ്റ്. അപ്പൊ ഇവിടെ ഈ കുറെ നമ്പറൊക്കെ ഇതിന്റെ സീറ്റുകളുടെ എണ്ണോ? ഓക്കെ, നമ്മള് പാക്കേജ് കാര്യങ്ങളൊക്കെ പോകുമ്പോ പല സ്ഥലത്തും ആൾക്കാരുണ്ടാവില്ല, അപ്പൊ ഇന്ന നമ്പർ സീറ്റ് അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അതാണല്ലോ അതിന് വേണ്ടിയാണല്ലോ അത് ഉപയോഗിച്ചത്. ഓക്കെ, അതാണ് ഇതിന്റെ. പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലായിട്ടുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ജിങ്കിയുടെ AC. പിന്നെ ഇതെന്താ സംഭവം? അത് TV ആണ്. സെക്കൻഡ് TV ആണ്. ഇത് ഹോൾഡ് ചെയ്താൽ മതിയോ? ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ ഓക്കെ. ചെറിയൊരു സെക്കൻഡ് TV ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർക്ക് അധികം വിഷ്വൽ കിട്ടാത്തൊരു അവസ്ഥ. കാരണം ഇപ്പൊ ഇതിലേക്ക് ഇരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ വരെ കാണാൻ പറ്റില്ല. രണ്ടും കണക്ട് ആണ്, അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഓൾറെഡി AC വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു AC നോൺ AC ട്രിപ്പ് വന്നാലും മൈലേജിന് കാര്യം വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല, കാര്യമായിട്ട് വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല, എന്നാലും വ്യത്യാസം ഉണ്ടാവും. കാരണം AC ഓൾറെഡി വർക്ക് ചെയ്യുമ്പോ ഇത് ഓൾറെഡി ഡയറക്റ്റ് ആണ്, സെപ്പറേറ്റ് എഞ്ചിൻ അല്ല, ഡയറക്റ്റ് എഞ്ചിൻ. നിങ്ങളുടെ ഏതൊരു വണ്ടി സെപ്പറേറ്റ് ഉണ്ടല്ലോ? മറ്റേ 222 ഉണ്ട്, അത് സൈഡ് എഞ്ചിൻ. വീൽ ബേസ് 222 വണ്ടി സൈഡ് എഞ്ചിൻ അല്ലേ? അത് എനിക്കൊന്ന് ബോഡി എനിക്കൊന്ന് വെക്കുകയാണോ? അസ്ത്ര വിഷം വന്നല്ലേ? അതിനകത്ത് സൈഡ് എഞ്ചിൻ കണ്ടോ? സൈഡ് എഞ്ചിനാണ്. ഓക്കെ, നിങ്ങളുടെ പേജിലും ഉണ്ട് അത്. ഇത് ഓൾറെഡി ഡയറക്റ്റ് ഇതിന്റെ എഞ്ചിനിൽ നിന്ന് തന്നെയാണ് ഒരു പവർ യൂസ് ചെയ്യണല്ലേ? എങ്കിൽ ഇത്തരം ലോഡ് വലിക്കണ വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരില്ല. ഇല്ല, കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ സർവീസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സർവീസിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്കയായിട്ടാണ് ജിങ്കില് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ അകത്തല്ലേ? അപ്പോൾ ഓക്കെ, വളരെ നീറ്റ് ആൻഡ് ക്വയറ്റ് നല്ല അടിപൊളി ലുക്കായിട്ടാണ് വണ്ടി കൊണ്ടുനടക്കണം. കാരണം വെച്ചാൽ ക്ലീൻ ആണ് വണ്ടി. ഏറ്റവും ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളെ നിങ്ങളുടെ എയർപോർട്ടിന്റെ അടുത്താണ്, സിയാലിന്റെ അടുത്താണ്. ഇപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഇപ്പൊ നിങ്ങളൊരാളിപ്പോ ഒരു എയർപോർട്ടിന്റെ ഓട്ടം കാര്യങ്ങളും ഒരു പാക്കേജിങ് ആവട്ടെ എന്താവട്ടെ, നിങ്ങൾ അതിന്റെ അടുത്താണ്. നിങ്ങൾക്ക് ഓൾറെഡി ഷെഡിന്റെ റേറ്റും പൊതുവെ ആ ഒരു ഏരിയയിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ എന്റെ ആലുവ അടുത്താണ് എന്റെ വീടെങ്കിലും ഈ ആലുവയിൽ നിന്ന് ഒരു വണ്ടി വന്നേലും കുറച്ചും കൂടി എളുപ്പം എനിക്ക് നിങ്ങൾക്കായിരിക്കും. കാരണം നമ്മുടെ വണ്ടി ഓടി വന്നേലും കാരണം നിങ്ങളുടെ തൊട്ടടുത്തായതുകൊണ്ട്. അപ്പൊ തന്നെ അങ്ങനെയുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി അത്ര നീറ്റ് ആയിരിക്കുകയും ചെയ്യണമെന്ന് അത് കീപ്പ് ചെയ്യണുണ്ട് നിങ്ങൾ. അതുകൊണ്ട് നീറ്റ് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു ബ്രോ. Okay, boss. Now let's listen to the rhythm of Chennai.
അപ്പൊ ഇത് നമ്മള് എഴുപുന്ന വരെ വന്ന് നമ്മുടെ അങ്കമാലിയിലെ മരിയ ഹോളിഡേസിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്ര നേരം നമ്മൾ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടതും. അപ്പൊ നമ്മുടെ സ്വന്തം നമ്മുടെ സാരഥി ഇവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ അതിനെല്ലാവരും നമ്മുടെ താരം മരിയ എൻ്റെ തൊട്ടുപുറകിലുണ്ട്. അപ്പോൾ ഇവരുടെ ബാക്കി ബസ്സുകളുടെ വീഡിയോസ് എടുക്കാൻ എനിക്ക് അവസരം ഞാൻ ചോദിച്ചിട്ടുണ്ട്, തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്നില്ലെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ ഇട്ട് ചോദിക്കണം കേട്ടോ, നമ്പറൊക്കെ ഉണ്ടല്ലോ, വിളിച്ചൊക്കെ ചോദിക്കാൻ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ഓട്ടോമോട്ടീവ് ഒന്ന് ഒരുമിച്ച് പറ. ദിസ് ഇസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.